ഹലോ ഹായ് എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ചെയ്യുന്നത് ക്രിസ്പാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ക്രാക്കിൾ ബീഡ്സ് ആണ്. ഈ ക്രാക്കിൾ ബീഡ്സ് നമുക്ക് കുറച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ് കേട്ടോ. ഇത് കയ്യിലൊന്ന് വീണാൽ പെട്ടെന്ന് പൊട്ടിപ്പോകും. അങ്ങനെയുള്ളൊരു ബീഡ്സാണ് കേട്ടോ. ഇതിൻ്റെ കുറച്ച് വലിയ സൈസാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഹെയർ ബാൻഡ് എടുത്ത് ഹെയർ ബാൻഡിൻ്റെ എഡ്ജ് ഞാൻ നമ്മുടെ ടാപ്പ് കൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. കാരണം ഇത് കുറച്ച് പെട്ടെന്ന് നല്ല വെയിറ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ എൻഡ് ബീഡ്സ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പെട്ടെന്ന് ഇളകി വരും. കാരണം അത് ഒരുപാട് സമയം നന്നായിട്ട് ഡ്രൈ ആവാതെ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനത് എഡ്ജിൽ നമ്മുടെ എൻഡ് ടേപ്പ് കൊടുത്ത് ചെയ്യുന്നത്. അതിനുശേഷം ഈ ബീഡ്സ് കംപ്ലീറ്റ് ഒന്ന് ഞാനൊരു സൈഡിൽ കുറച്ച് ഫ്ലവർ വയ്ക്കുന്നുണ്ട്, റെഡ് കളർ ഫ്ലവർ. അതിൻ്റെ ഒരു ഗോൾഡനും ഒരു വൈറ്റും ഇതുള്ള ഒരു ഗ്ലാസിൻ്റെ കളറുള്ള ഒരു ഗോൾഡും ഒരു മിക്സുള്ള കളറാണ് ഞാൻ ബീഡ്സ് എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഒരു എഡ്ജ് വരെ ഒന്ന് കോർത്തെടുത്തിട്ട് അതിനെ ഒന്ന് എന്ത് ചെയ്യുക, ഞാനിതുപോലെ ഫ്ലവർ നമുക്കിത് മേടിക്കാൻ കിട്ടും. ഇങ്ങനെ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഫ്ലവർ കിട്ടും. അതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് ആ ഭാഗത്തേക്ക് ഒരു നമ്മുടെ കയ്യിൽ ഫെൽറ്റ് ഷീറ്റോ എന്താണ് നമ്മുടെ കയ്യിലുള്ള, ഇപ്പോൾ ഫെൽറ്റ് ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ വാക്സ് സ്ട്രിപ്പ് ആണെങ്കിൽ അതായാലും മതി കേട്ടോ. നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് അതിനൊന്ന് ജസ്റ്റ് ബാക്കിലൊന്ന് പേസ്റ്റ് ചെയ്ത് അതിനൊന്ന് നമുക്കൊന്ന് ലെവലാക്കി എടുക്കണം ആ ഭാഗത്തേക്ക്. എന്നാലേ അത് കറക്റ്റായിട്ട് അവിടെ ഒട്ടിയിരിക്കുള്ളൂ. ഇതുപോലെ ഒന്ന് ബാക്കിലൊന്ന് പേസ്റ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ട് നമുക്കവിടെ ഒട്ടിക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. എന്നിട്ട് പോളൻസ് നമുക്ക് പല തരത്തിൽ കിട്ടും. ഇത് കുറച്ചുകൂടെ ഒരു കുറച്ചുകൂടെ ഒരു വ്യത്യസ്തമായിട്ടുള്ളതാണ് കേട്ടോ. ഇത് കമ്പി പോലെയാണ് കേട്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡ് മറ്റേ പോളൻ പോലെയല്ല. നമുക്ക് കുറച്ചുകൂടെ നമുക്കത് ചുറ്റി വെക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ് കേട്ടോ. മറ്റേതിനെക്കാളും കുറച്ചുകൂടെ സ്ട്രോങ് ആണ്. നമ്മൾ സാധാ പോളിനെക്കാളും കുറച്ചുകൂടെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഇത് ചുറ്റി അവിടെ അങ്ങ് വെക്കാം. പക്ഷേ ചുറ്റി വെച്ചാലും ബാക്ക് സൈഡിൽ ആ കമ്പികളൊക്കെ കാണും. അപ്പോൾ നമ്മളവിടെ ഫിനിഷ് ചെയ്ത് കൊടുക്കണം. അത് അവസാനം നമ്മൾ ചെയ്യും. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്കിലേക്ക് ഗം അപ്ലൈ ചെയ്തിട്ട് അതുപോലെ ഒരു പീസ് ഫെൽറ്റ് ഷീറ്റ് ഒട്ടിച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെ നല്ല രീതിയിൽ ഒട്ടിച്ചില്ല എങ്കിൽ ചിലപ്പം പെട്ടെന്ന് ഇങ്ങനെ ഇളകി വരും. അതുകൊണ്ടാണ്. എന്നാലേ അത് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ ഇരിക്കത്തുള്ളൂ. എന്നിട്ട് അടുത്തത് ഇങ്ങനെ 2 ഫ്ലവറാണ് ഞാൻ കൊടുക്കുന്നത്. നമുക്കിനി 3 ഫ്ലവർ വേണം. ഇത് സെൻറ്ററിൽ വേണമെങ്കിൽ സെൻറ്ററിലും കൊടുത്ത് ചെയ്യാം കേട്ടോ. ഞാനൊരു സൈഡിലാണ് ചെയ്തത്. നമുക്ക് കസ്റ്റമൈസേഷൻ ആയപ്പോൾ സൈഡിലാണെങ്കിൽ ചിലപ്പോൾ അവർ പറയുന്ന സ്ഥലത്തായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ എനിക്ക് സെൻറ്ററിൽ കൊടുത്തതിനേക്കാളും സൈഡിൽ കൊടുത്തപ്പോഴാണ് കുറച്ചുകൂടെ ഭംഗി തോന്നിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് കൊടുക്കാൻ ഒരു ഇഷ്ടം അതിനനുസരിച്ച് നിങ്ങൾക്ക് അത് മാറ്റി ചെയ്യാം കേട്ടോ. അടുത്തത് ഞാനതുപോലെ ഒട്ടിച്ചതിന് ശേഷം ഒട്ടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ബാക്ക് സൈഡിൽ നമ്മളൊന്ന് ഫിനിഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവിടെ ഒന്ന് ഉരുക്കി കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒട്ടിക്കുക. അതിനുശേഷം വീണ്ടും ഒരു ഫെൽറ്റ് ഷീറ്റ് എടുത്ത് ബാക്കിൽ കൂടെ ഒന്ന് ഞാൻ ഒട്ടിച്ചു കൊടുത്തു. നോക്കി, ഇപ്പോൾ അത് കണ്ടില്ലേ, അതിൻ്റെ ഒരു ഫിനിഷിങ് കണ്ടില്ലേ? ആ ഫ്ലവറും ആ ഒരു ഗോൾഡൻ ബീഡ്സ് ഒക്കെ വന്നപ്പോൾ, ആ ക്രാക്കിൾ ബീഡ്സ് ഒക്കെ വന്നപ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ. നമ്മൾ ഈ കാണുന്നതിനെക്കാളിലും കുറച്ചുകൂടെ ഭംഗിയാണ് ആ ഡയറക്റ്റ് കാണാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും. ഇതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല. നമ്മൾ ജസ്റ്റ് ബീഡ്സ് കോർക്കുക, ഈ ഫ്ലവർ ഉണ്ടെങ്കിൽ അതൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. നോക്കിയേ, ഇന്ന് അത്രയും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പം നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. ഈ ക്രിസ്മസിന് നമ്മൾ തന്നെ അവർ ഹെയർ ബാൻഡ് നമ്മളെ പിള്ളേർക്ക് കൊടുക്കുമ്പോൾ ഭയങ്കര രസമല്ലേ? അപ്പോൾ എന്നിട്ട് ബാലൻസ് ബീഡ്സ് ഞാൻ സൈഡിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് എൻഡ് ടേപ്പ് കൊണ്ട് അവസാനം ഒന്ന് കവർ ചെയ്യുന്നു. അത്രയേ ഉള്ളൂ ഇതിൽ ആദ്യം ഇത്രയും ചെയ്യുന്നത്. കാരണം ഇത് വലുതായിട്ട് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ ഈ ക്രാക്കിൾ ബീഡ്സിന് പകരം നിങ്ങൾക്ക് ഗ്ലാസ് ബീഡ്സ് ഉപയോഗിക്കാം, അല്ലാതെ ഗോൾഡൻ ബീഡ്സ് ഉപയോഗിക്കാം. അപ്പം നമുക്ക് നമ്മുടെ കയ്യിലുള്ള ബീഡ്സ് വെച്ച് ചെയ്യാം. അല്ലാതെ നമുക്കതിന് മാച്ചിങ്ങിനായിട്ടുള്ളത് വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള ബീഡ്സ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. അതിനുശേഷം ആ എൻഡ് ടേപ്പ് കൊടുത്ത് ആ സൈഡ് അങ്ങ് ഫിനിഷ് ചെയ്ത് ഞാൻ ഒരു കാര്യം ചെയ്തത് കട്ടായി പോയി കേട്ടോ ഫുള്ളായിട്ട് എൻ്റെ കയ്യിൽ നിന്ന്. ഇതുപോലെ ഒരു ഫെൽറ്റ് ഷീറ്റ് എടുത്ത് ഈ ബാക്ക് സൈഡിൽ അവിടെ ഞാനൊന്ന് പേസ്റ്റ് ചെയ്ത് നന്നായിട്ട് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യുക, നമ്മളെ ഫ്ലവേഴ്സ് എല്ലാം. അതിനുശേഷം ബാക്കിലേക്ക് ഒരു ഫെൽറ്റ് ഷീറ്റ്, അത് ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ? അപ്പോൾ ഞാൻ വൈറ്റ് ഒട്ടിച്ചുകൊണ്ട് ഞാൻ വൈറ്റ് തന്നെ എടുത്ത് ചെയ്തു കേട്ടോ. അത് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. ആ പുറകിൽ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ, അതായത് ഇതുപോലെ. അപ്പോൾ നിങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.